അപ്പോൾ ഗൈസ് ഇങ്ങനെ ഒരു കല്യാണ വ്ളോഗായാലോ? ഹേ ഗൈസ്, രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു വയ്യായ്ക ഫീൽ. പിന്നെ അതും വെച്ചോട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. കുളിച്ചൊക്കെ റെഡി ആയിട്ട് കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ രാവിലെ വയ്യായ്മ പോലെ തോന്നിയുകൊണ്ട് തന്നെ ഒരു പാരസെറ്റമോൾ അങ്ങോട്ട് വിഴുങ്ങി. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലെത്തി. കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയി. അതിനുശേഷം കുറച്ച് വർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ ആ കല്യാണത്തിന് പോകാനായിട്ട് പോകുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ തിരിച്ച് ഒരു പമ്പിൽ പോയി പെട്രോൾ അടിച്ച് നേരെ മണ്ഡപത്തിലെത്തി. അപ്പോൾ +2 കൂടെ പഠിച്ചൊരു കൂട്ടുകാരനെ കല്യാണത്തിനാണ് ഇപ്പോൾ എത്തിയത്. പോയപ്പോൾ ഞാനും എൻ്റെ 2 കൂട്ടുകാരന്മാരും പിന്നെ ഒരു കൂട്ടുകാരൻ്റെ അണ്ണനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ നീ വ്ലോഗ് എടുക്കണ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നടന്നു പോകുന്നതാണ്. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ അടുത്തും പോകണോ ഇല്ലയോ, ഫുഡ് മെയിൻ ആണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ എത്തി. പക്ഷെ ഇവിടെ വെച്ചിരിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, ബട്ട് ഇവിടെ ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ എങ്ങനെയോ സീറ്റ് കിട്ടി ഇരുന്ന് ഫുഡ് അടിക്കാനായിട്ട് തുടങ്ങി. ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ ബിരിയാണി പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കൂട്ടി അങ്ങ് കഴിച്ച് അടുത്ത സെക്കൻഡ് വാങ്ങിച്ചപ്പോഴത്തേക്ക് കുറച്ച് കറി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നണില്ലേ? അതോ ഇനി ഞാൻ ഒഴിച്ചപ്പോൾ കറി മാത്രമായിട്ട് വന്നതാണോ? എന്തോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഐസ്ക്രീം വാങ്ങാനുണ്ടായിരുന്നു. ഐസ്ക്രീമും ഗുലാം ജാമുമായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ഞാൻ ഫസ്റ്റ് വാങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ഞാൻ എനിക്ക് വീണ്ടും സെപ്പറേറ്റ് പോയി വാങ്ങിച്ച് അതങ്ങനെ കഴിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ചെക്കനെയും പെണ്ണിനെയും കാണാനായിട്ട് പോയ സമയത്തേക്ക് നേരെ ഫോണിലെ ക്യാം ഓണായില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഓണായെന്ന് തോന്നുന്നു. അങ്ങനെ കൂടെ പഠിച്ചവന്മാരോ ഓരോ നാട്ടിൽ കെട്ടാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലെത്തി. ഇന്നത്തെ വിശേഷമൊക്കെ എത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.